മാഷാ അല്ലാഹ്, ഞാൻ ഇവിടെ നിൽക്കുന്ന പറയാം. ലോകത്തിന്റെ ഒരറ്റത്ത്, ഒരു എഡ്ജ് ഓഫ് ദ വേൾഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഏതാനും വേറെ കമ്പൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഒരു കിട്ടിയതുകൊണ്ട് ഇതാണ് ട്രാവൽ വിത്ത് മുർഷിദ് യൂട്യൂബ് ചാനൽ. നമ്മുടെ ലോകത്തിന്റെ ഏറ്റവും അവസാനത്തെ അറ്റത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ആൻഡ് ഹൗ കാൻ യു സിറ്റ് ഹോം ആഫ്റ്റർ ഓൾ വാച്ചിങ് ദിസ്. 5 നവംബർ 2024. അങ്ങനെ ഞാനിവിടെ 2025 ജൂലൈയിൽ ഞാനിവിടെ വന്നിട്ട് സന്തോഷ് സൈൻ ചെയ്ത അതേ റെസ്റ്റോറന്റ് ആ സഞ്ചാരം കണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ വീഡിയോ കാണുമ്പോൾ ഒരിക്കലും പ്രതീക്ഷയില്ല ഞാൻ ഇവിടെ വന്ന് എടുക്കുന്നുള്ളത്. ഓഫ്, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പൊ നമ്മുടെ 4ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം റഷ്യയിലെ. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ മുർമാൻസ്കിലാണ്. എന്ന് നമ്മൾ പോകുന്ന സ്ഥലമാണ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതായത് ടെറിബർക്കയിലേക്കാണ്. വേൾഡിന്റെ എൻഡ് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. സോ നമ്മുടെ ഗ്രൂപ്പ് ടൂറിന്റെ ടീം അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ അവരോട് ജോയിൻ ചെയ്യട്ടെ. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ കൂടെ പറയാം. വെരി എക്സൈറ്റഡ് ട്രിപ്പാണ്. സോ ലെറ്റ്സ് മൂവ്. ബൈ ബൈ. സോ ഇവരാണ് നമ്മൾ ഗൈഡ് ഇന്നത്തെ. ഇതിൻ്റെ കൂടെ ഇപ്പോൾ യാത്ര ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു. കറക്റ്റ് ടൈമിനാണ് അവർ എത്തിയിട്ട് 8:15 എന്ന് പറഞ്ഞാൽ കറക്റ്റ് റൂമിന് താഴെത്തി. ഉറപ്പിച്ചുകൂടെ ഏവന്റെ റോഡിലൊക്കെ 140 എന്റെ കൂടെ ഉള്ളതെന്ന് പറയുകയാണെങ്കിൽ ശരിക്കും 4 പേരുള്ളൂ. അതിൽ 3 പേര് റഷ്യക്കാരാണ്, ഞാൻ മാത്രമേ ഉള്ളൂ ഒരാള് സംസാരിക്കുന്നത്. ഇംഗ്ലീഷ് സംസാരിക്കും തോന്നുന്നു. അങ്ങനെ നമ്മൾ ആ വലിയ വാനിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ ഈ വണ്ടിയിൽ ഇവിടെ വന്നു. നമ്മളിവിടെ നിന്ന് മാലത്തിലേക്ക് കയറണം. ഇതിലാ പോകേണ്ടത്. ഒരു സൈഡ് സീറ്റ് ഉണ്ട്. ലെറ്റ്സ് ഗോ. Страшно вам не было? Как бы вот нет самое, на вас взять руки и ни в коем случае не поддаваться панике и не начинать бегать. Потому что у него просто как только вы поворачиваете, бегаете, он просто говорит, щелкает тумблер. അടിപൊളി റോഡ്സ് ആണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞെങ്കില് നമ്മളിങ്ങനെ ഇതിലൊക്കെ ഫിലിമിനെ കാണുന്ന പക്ഷെ എനിക്ക് ഫ്രണ്ടിൽ ഇരിക്കാൻ പറ്റില്ല. കാരണം ഓൾറെഡി അവനിങ്ങനെ തിരിഞ്ഞിരുന്ന സംസാരിക്കുന്നത്. വണ്ടിക്കാണെങ്കിൽ ഫുള്ളുമാണ്. അപ്പൊ അവിടെ ഇരിക്കാൻ പറ്റില്ല. തിരിച്ചു വരുമ്പോൾ ഇരിക്കാമല്ലോ. പക്ഷെ അപ്പോഴേക്ക് വൈകുന്നേരം റോഡ് കാണാന്നുള്ളൂ. അങ്ങോട്ട് കാണുന്നില്ല. അടിപൊളി ലാൻഡ് കേട്ടോ. വില്ലേജിലെത്തില്ല. ആ ഒരു വൈബ് തന്നെ. ഈ മാപ്പിൽ നോക്കിയാൽ കാണാം നമ്മൾ വളരെ എഡ്ജിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതായത് ഇത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഫുള്ള് ആർട്ടിക് ഓഷൻ ആണ്. ഇവിടേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ചെറിയൊരു ബ്രേക്കിന് വേണ്ടി ഇവിടെ ഇറങ്ങിയതാണ്. ഇവിടെ ഇങ്ങനെ നിർത്തിയിരുന്നെങ്കിൽ വിചാരിക്കുമ്പോൾ തന്നെ നിർത്തി. ഇത്ര രസമാണ്. പോകുന്ന റൂട്ട് മുഴുവൻ അടിപൊളിയാണ്. അവിടെ വേറെ ബസ് ഉണ്ടോ? ഇവിടേക്ക് ഇങ്ങനെ ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ടോ? ഇവനാണ് ഗൈഡ്. നമ്മൾ എന്താ പറയാ, മറ്റേ ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ അങ്ങനത്തെ സ്ഥലത്തെ കാണില്ല, അതുപോലത്തെ വീഡിയോ വെച്ചിട്ടോ. ഇപ്പൊ ഏകദേശം റഷ്യ വായിക്കാൻ പറ്റുന്നുണ്ട്. അടിയിൽ എഴുതിയ തെളിവർക്കാന്നായിരിക്കും സ്പെല്ലിങ് വെച്ചിട്ട്. ഇങ്ങനെ കുറെ നിർത്താതെ നോൺ സ്റ്റോപ്പ് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടാവും റഷ്യൻ ഭാഷയിൽ. എനിക്കത് മനസ്സിലായില്ല. പിന്നെ എനിക്ക് അവൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞേ. കാരണം കൂടുതൽ റഷ്യക്കാരുണ്ടല്ലോ. ഒറ്റ ആ വണ്ടിയിലാകെ ഫോറിനർ ഞാൻ മാത്രമേ ഉള്ളൂ. ഓ നല്ല അടിപൊളി. ആ ബ്രീസ് ഉണ്ട്, കാറ്റിലെ ഒരു നൈസ് കാറ്റും. ഇവിടെ അൺഎക്സ്പെക്റ്റഡ് ആട്ടോ. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം. ഇത് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇവിടെ ഉള്ളത്. സോ മാജിക്കൽ. ഞാൻ ഇവിടേക്ക് എത്തുന്ന തന്നെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇതാ ബ്യൂട്ടി കേട്ടോ. അടിപൊളി സ്ഥലം. അപ്പോൾ നമ്മൾ അവിടുന്ന് കഴിഞ്ഞു. പിന്നെ നമ്മൾ തിരിച്ച് വണ്ടി കയറാൻ വിളിക്കുന്നുണ്ട്. കാരണം അവന് പോകാനായി. ടെറിബർക്ക് എത്തിയില്ല. അപ്പം തന്നെ എത്തി ബ്യൂട്ടി. ഞാൻ അവിടെ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവലായിരിക്കും. ഞാനിത് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് ടൂർ ആയിരുന്നു. ഈ കമ്പനിയുടെ പേര് അറോറ ട്രാൻസ്ഫേഴ്സ് എന്നാണ്. അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. നല്ല രീതിയിൽ ഇവർ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് പേയ്മെൻ്റ് ഒന്നും നമുക്ക് UAE ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മളെ കാർഡ്സ് ഒന്നും വർക്ക് ആവാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ വന്നിട്ട് ടൂറൊക്കെ കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. 8,000 റൂബിൾസാണ് ഞാൻ ഈ ടീമിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ഏകദേശം ഫുൾ ഡേ ടൂറായിട്ട് വരുന്നതാണ്. ഇവരുടെ തന്നെയാണ് നമുക്ക് സാമി വില്ലേജിലേക്കും അതുപോലെ ഹസ്കി റൈഡ്, റെയിൻഡിയർ ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അതൊക്കെ വിൻ്ററിൽ മാത്രമേ പോസിബിൾ ആവുള്ളൂ. അതുപോലെ നോർത്തേൺ ലൈറ്റ്സ് കാണാനും ഇവർക്ക് ഏകദേശം 6,000 റൂബിൾസിൻ്റെ ഒരു പാക്കേജ് വരുന്നുണ്ട്.
ടെറിബർക്കയിലേക്ക് എത്താൻ മുർമാൻസ്കിൽ നിന്ന് ആക്ച്വലി ഒരു ബസ് വരുന്നുണ്ട് 241 എന്ന് പറഞ്ഞിട്ട് 2.5 മണിക്കൂർ എടുക്കും ബസ്. വെറും 250 റൂബിൾസ് വരുന്നുള്ളൂ. പക്ഷെ അത് ആഴ്ചയിൽ 4 ദിവസം മാത്രമേ ഉള്ളൂ. അതും നമുക്ക് അതിൻ്റെ കറക്റ്റ് ടൈമിംഗ് ഒന്നും അറിയാത്തതുകൊണ്ടാണ് ഞാൻ ആ റിസ്ക് എടുക്കാഞ്ഞത്. ഇപ്പം ടെറിബർക്കയിൽ നിങ്ങൾക്ക് താമസിക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ കൂടി വരുന്നുണ്ട്. ഹോസ്റ്റലുകളൊന്നും അത്ര അവൈലബിൾ അല്ല തൊട്ടടുത്ത്, എന്നാലും ഹോട്ടൽസൊക്കെ അവൈലബിൾ ആണ്. സമയമുള്ളവർക്ക് വേണമെങ്കിൽ അതൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. അതാണ് വേറൊരു ഓപ്ഷൻ ഉള്ളത്. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് മുർമാൻസ്കിൽ താമസിച്ചിട്ട് ഒരു ഗ്രൂപ്പ് ടൂർ എടുത്ത് പോയി വരുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ വേറൊരു സ്ഥലത്ത് വന്നിട്ട് നിർത്തിയിട്ടുള്ളത് ഇവിടെ എല്ലാ സ്ഥലത്തും കണ്ടത് ടോയ്ലറ്റ് ആണ്, ഫുള്ള് കളർ അടിച്ച് വെച്ചിരിക്കുന്നതാണ്. എല്ലാ സ്ഥലത്തും സിറ്റിയിലായിക്കോട്ടെ ഉള്ളോടൊക്കെ പോയി കഴിഞ്ഞാൽ കോമൺ വാഷ്റൂംസ് ഇങ്ങനെ കാണട്ടെ. ഇതിൻ്റെ ഉള്ളിൽ ആൾക്കാരുണ്ട്, അവർക്ക് പൈസ കൊടുത്ത് നമുക്ക് കയറാം, ചെറിയ പൈസ. പക്ഷെ ഇതൊരു ഭയങ്കര നല്ല ഇനീഷ്യേറ്റീവ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്ന ആൾക്കാർ വേറെ എന്ത് ചെയ്യും, പിന്നെ പബ്ലിക്കലി ഒന്നും പോകാനും പറ്റില്ല. അതുകൊണ്ട് ആൾക്കാർക്ക് ഇതൊക്കെ നല്ല ഫെസിലിറ്റി ആയിട്ട് ചെയ്തിരിക്കുന്നത്. അത് എത്ര ഉള്ളോട്ടെന്ന് ആലോചിച്ചൊക്കെ ഇത് എവിടെ കിടക്കുന്ന നമ്മള് അങ്ങനത്തെ സ്ഥലത്ത് വന്നെങ്കിൽ താമസിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. നല്ല രസമായി കിട്ടും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ ഹട്ട്, ഇതൊക്കെ ഇവിടുത്തെ ആളുകൾ താമസിക്കുന്നോ അല്ലെങ്കിൽ ടൂറിസത്തിന് വേണ്ടി ഉണ്ടാക്കിയിരുന്നത്. കാരണം ഇപ്പോൾ ഇവിടെ ടൂറിസം ഭയങ്കരമായിട്ട് പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഏരിയയിൽ. ആ റീജിയൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ കണ്ടുവരുന്ന പലതരം ഐറ്റംസ് ജീവികളൊക്കെ ഇവരോട് വെച്ചിട്ടുണ്ട്. മറ്റേ സീൽക്കടോ കാണുമ്പോൾ ശരിക്കും മറ്റേ വിന്ററിൽ ഒന്നും കൂടി വരാൻ തോന്നി പോവാ. നമ്മളെ കൂടെ വന്ന എല്ലാവരും ഷിപ്പിൽ പോകുന്നുണ്ട്. നമ്മൾ ഷിപ്പിൽ പോയിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റം, അതായത് സീഷൽ പോലുള്ള സാധനങ്ങളുണ്ട്, കുറെ സാധനങ്ങൾ ഫുഡ് കടലിനുള്ളിൽ നിന്ന് കിട്ടുന്നത്, അത് കഴിക്കാൻ പറ്റും. അത് ഈ റീജിയനിൽ മാത്രം കിട്ടുന്ന കുറെ സാധനങ്ങളാണ്. പക്ഷെ അതിന് 3 മണിക്കൂർ വേണം. പിന്നെ 4200 രൂപയാണ് റൂബിളാണ് അവരോട് പറഞ്ഞത്. ഏകദേശം 4500 ഇന്ത്യൻ രൂപ വരും. അപ്പൊ ഓൾറെഡി നമ്മൾ തന്നെ 8000 കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ അതും കൂടി സെറ്റ്മെന്റ് ആവേണ്ടി ചെയ്തില്ല, വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ ഫുഡ്സ് ഒന്നും നമുക്ക് വലിയ ഇഷ്ടപ്പെടില്ല. കാരണം എന്തൊക്കെയോ ഒരു ടൈപ്പ് സാധനങ്ങളാണ്. ഫോട്ടോസ് വേണമെങ്കിൽ അതിന്റെ കൂടെ കാണിച്ചു തരാം. അപ്പൊ അതുകൊണ്ട് അവരെല്ലാരും അതിന് പോയി. ഇനിമേ ഞാനും കൂടി പോയിട്ട് ടെറിബർക്ക മൊത്തം എക്സ്പ്ലോർ ചെയ്യണേ, ഡ്രൈവറേയും കൂട്ടിയിട്ട്. അതാണ് പ്ലാന്. അവർ തിരിച്ചു വരുന്നത്. You said there is no sunlight for that December to January. So the schools will be closed, or the normal life will go? Normal life, like always, like usual. So, I mean, even the working day, I mean, working hours, still the same. For example, all shops will open till 10 p.m. സോ ഞങ്ങളിങ്ങനെ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ പോളാർ നൈറ്റ്സ് ആയിരുന്നു. അതായത് സൂര്യൻ അസ്തമിക്കാറേ ഇല്ല. അങ്ങനത്തെ ഒരു സമയമായിരുന്നു മെയ് മുതൽ ജൂലൈ വരെ. ജൂലൈ 23 അത് കഴിഞ്ഞ് ഇപ്പോൾ വൈറ്റ് നൈറ്റ്സ് ആണ് പറയുക. അതായത് ഞാൻ കാണിച്ചില്ല, അതേപോലെ 12 മണി വരെയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 1.5 മണിക്കൂർ, അതായത് പറയില്ല, ഇഷാബാങ്കും സുബിബാങ്കും തമ്മിൽ ആകെ ഒരു 1-2 മണിക്കൂർ വ്യത്യാസമുള്ളൂ. അപ്പൊ അത്രയും പെട്ടെന്ന് തന്നെ കുറച്ച് സമയം മാത്രമേ ഉണ്ടാവുള്ളൂ, അപ്പോഴേക്ക് സൺറൈസ് വരും. അതാണ് ഇപ്പോൾ. ഇനി നേരെ തിരിഞ്ഞിട്ട് നമ്മൾ ഡിസംബർ 2 മുതൽ ജനുവരി 10 വരെയൊക്കെയുള്ള സമയത്ത് ഇത് നേരെ തിരിഞ്ഞിട്ട്, അതായത് അന്ന് സൺറൈസേ ഉണ്ടാവില്ല ആ സമയത്ത്, ഫുൾ ഡാർക്ക്. ആ സമയത്തൊക്കെ അവൻ പറഞ്ഞത് ഏറ്റവും ഷോർട്ടർ ഡേ എന്ന് പറയുന്നത് ഒരു 19 മിനിറ്റ്, വെറും 20 മിനിറ്റിന്റെ അടുത്ത് മാത്രം ലൈറ്റ് വരുന്ന ദിവസങ്ങളൊക്കെ ഉണ്ട്. അത്ര ഉണ്ടാവുള്ളൂ വരെ. പക്ഷെ ഇവരുടെ ലൈഫ് സ്റ്റൈലിൽ ഇവർക്ക് അത് കുഴപ്പമൊന്നുമില്ല. ഇവരത് നോർമലി വർക്കിംഗ് ഡേയ്സ് നമ്മൾ രാവിലെ 9 മണിക്ക് ഓഫീസ് പോകുന്നു, 10 മണിക്ക് ഓഫീസ് കൂട്ടാണെങ്കിൽ ആ ലെവലിൽ തന്നെ ഉണ്ടാവുള്ളൂ. സൂര്യൻ അസ്തമിക്കുക ഇവരെ പോകുന്ന ഇവരെ കാര്യങ്ങളല്ല. നമുക്കിത് കേൾക്കുമ്പോൾ കൗതുകമായിട്ട് തോന്നും അല്ലേ? പക്ഷെ ഇവിടെ ഉള്ളവർക്ക് അത് നോർമലാണ്. ഏഷ്യയിലെ മുർമാൻസ്ക് റീജിയനിലുള്ള ടെറിബർക്കലാണ് ഞാനുള്ളത്. ഈ ട്രിപ്പിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് വന്ന ഒരു സ്ഥലമാണിത്. മാപ്പ് എടുത്ത് നോക്കിയാൽ തന്നെ കാണും, ഒരു എഡ്ജാണ് ഈ ടെറിബർക്ക എന്ന് പറയുന്ന സ്ഥലം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, പണ്ട് ഞാനൊരു 2021 അസർബൈജാനിലേക്ക് ചുമ്മാ ഒരു വിസയറിന് ചെറിയ ടിക്കറ്റ് കിട്ടിയപ്പോൾ യാത്ര ചെയ്ത് തുടങ്ങിയതാ. പിന്നീട് അങ്ങോട്ട് നിരവധി യാത്രകൾ. ഇതെന്റെ 18ാമത്തെ രാജ്യത്തിൽ ഞാൻ എത്തി നിൽക്കുന്നത് ലോകത്തിന്റെ എഡ്ജിലാണ്. എഡ്ജ് ഓഫ് ദ വേൾഡ്, അതായത് ലാസ്റ്റ് വില്ലേജ് ഇൻ ദ വേൾഡ് എന്നാണ് ടെറിബർക്ക അറിയപ്പെടുന്നത്. മാഷാ അല്ലാഹ്, അയ്യോ പ്രതീക്ഷയിലട്ടെ ഇങ്ങനെയൊക്കെ എത്തിപ്പെടുന്നത്. ഇപ്പോഴാണെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. സ്റ്റിൽ മാഷാ അല്ലാഹ്, സോ പ്രൗഡ് ആൻഡ് ഹാപ്പി. നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേറെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മുർമാൻസ്ക് നോർത്തേൺ ലൈറ്റ്സ് കാണാൻ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഞാൻ പറഞ്ഞ പോളാർ ആർട്ടിക് റീജിയനോട് ചേർന്നുള്ള സ്ഥലം ആയതുകൊണ്ട് തന്നെ. സോ അങ്ങനെ കാണാൻ താല്പര്യമുള്ള ആളുകൾക്ക് സെപ്റ്റംബറിനൊക്കെ ശേഷം വരാം. ഇവിടെയുള്ള കുറച്ച് കോണ്ടാക്ട്സ് ഞാൻ താഴെ വിടാം. അവരുടെ കൂടെ ഗ്രൂപ്പ് ടൂറൊക്കെ ആയിട്ട് ഇവിടെ വരാം. ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലെ ശങ്കനൊക്കെ എടുത്ത് പോകുന്നതിന്റെ പകുതി പൈസ ഉള്ളൂ ഇവിടെ വന്നു പോകാൻ. അപ്പം അതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത്. നോർത്തേൺ ലൈറ്റ്സ് കാണാനാണ് ഏറ്റവും കൂടുതൽ ആളുകളും കൂടി വരാം. സമ്മറിൽ സമ്മർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല രസമാണ്, സീനിക് ബ്യൂട്ടി വേ ആണ്. പക്ഷെ വിന്റർ ആകുമ്പോൾ വേറെ വൈബ്. ഇവിടെ ഒന്നും കൂടി ആൾ കൂടും, കാരണം അത് കാണാനായിട്ട് വരുന്നവർ. അതിന് ടെറിബർക്ക വരെ വരണമെന്നില്ല, മുർമാൻസ്ക് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇഗ്ലൂ
സ്റ്റേ ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. പെർ ഡേ ഒരു 8,000 ഒക്കെ വരും. പക്ഷെ അതിനകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൂമിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നോർത്തേൺ ലൈറ്റ്സ് കാണാൻ പറ്റും. സോ ലോകത്ത് ഇങ്ങനത്തെ സംഭവങ്ങൾ നോക്കളെ വെറുതെ ഇങ്ങനെ 9 to 5 ജോബ് മാത്രമേ പോണ്ട. 9 to 5 ജോബിന്റെ ആൾക്കാരെന്നാണോ? പക്ഷെ അതിന്റെ ഇടയിൽ നമുക്ക് സമയം കണ്ടെത്തണം, ക്യാഷ് സേവ് ചെയ്തിട്ടെങ്കിലും അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകണം. ഇതൊക്കെ പഠിച്ചോനെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് കൂടി കാണാൻ വേണ്ടിട്ടല്ലേ രസം നോക്കാൻ അങ്ങോട്ട്. ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവലല്ലേ കാണാൻ വേണ്ടിട്ട്. ഈ ഇവിടുത്തെ ഒരു മെയിൻ കഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2014 ജോസഫ് എന്താണ് പേര് അവിടെ കാണിക്കുക, ആള് ലെവിയാത്താൻ എന്ന് പറഞ്ഞൊരു മൂവി എടുത്തു ഇവിടെ. ഈ ലെവിയാത്താൻ മൂവിയാണ് ടെറിബെറിക്കയുടെ തലവര മാറ്റി വരച്ചതെന്നാണ് പറയുന്നത്. അപ്പൊ ഈ മൂവിന്റെ അകത്ത് ഒരു ഇതിവൃത്തം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരാൾ താമസിക്കുന്ന അയാളുടെ ലാൻഡാണിത്, ഇത് ഗവൺമെന്റ് ഒക്കെ വരാൻ ശ്രമിക്കുന്നു, അയാൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതൊക്കെ ആയിട്ടാണ് സംഭവം. അപ്പോൾ ആ മൂവിയിൽ ഈ സ്ഥലങ്ങൾ കാണിച്ചിട്ട് എന്താ പറയുക, അപ്പം ഇത് ഭയങ്കര ഫേമസ് ആയി. കാൻ മൂവി ഫെസ്റ്റിവലിൽ ഇത് അവാർഡൊക്കെ കിട്ടി ഇതിന്. അപ്പോൾ അവാർഡൊക്കെ കിട്ടിയ സമയത്താണ് ഇത് ഭയങ്കര ഫേമസ് ആയി. ഈ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പിന്നെ ആളുകൾ ഒഴുകാൻ തുടങ്ങി. അങ്ങനെയാണ് പിന്നീട് ഈ കാണുന്ന ബിൽഡിങ്സും കാര്യങ്ങളും ഒക്കെ അവിടെ വന്നത് കേട്ടോ. ഞാൻ പറഞ്ഞത് ഇത്രയും ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ വർഷങ്ങൾ ഇങ്ങനെ ഓരോന്ന് കൂടി വരുമ്പോൾ ഇവിടുത്തെ ടൂറിസം കൂടി. ഇപ്പം തന്നെ നിങ്ങൾ നോക്ക് ഇത്ര ആൾക്കാർ അവിടെ കണ്ടവാനുണ്ട്. ആ ബിൽഡിങ്സ് ഒക്കെ താമസിക്കാൻ തന്നെ 7,000-8,000 റൂബിൾസ് ഒക്കെയാണ് പറഞ്ഞത് പെർ ഡേ ഒക്കെ. ഭയങ്കര കോസ്റ്റ്ലി ആണ് ഇവിടുത്തെ. അലാസ്ക? Yeah. Really? From this place, 4,000 kilometers only. Oh, we are going to Alaska. Yeah. Russia having direct border with United States? Yeah. Which border? It's on Chukotka. On Chukotka. Yeah. So how many countries is Russia having borders? Norway, Estonia, Belarus, Ukraine, Georgia, Azerbaijan, Kazakhstan, Mongolia, China, US, Turkmenistan. My God. Kind of this. നമുക്ക് ഇംഗ്ലീഷ് അറിയാവുന്ന വായിട്ടോ. റഷ്യൻ കേട്ടൊക്കെ നമ്മൾ തെണ്ടിപ്പോകാൻ വെച്ചാൽ പോളാർ ആർട്ടിക്കിന്റെ വലിയൊരു ശതമാനവും കിടക്കുന്നത് റഷ്യന്റെ കൈമിലാണ്. അതായത് റഷ്യ അത്രയും വലിയ കൺട്രിയാണ്. അപ്പം സ്വാഭാവികമായിട്ടും അതിൽ കുറെ ഏരിയാസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ബോർഡർ കാര്യങ്ങൾ, പിന്നെ പല ഏരിയാസ് നേവി ബേസസ് ഒക്കെ ആയതുകൊണ്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഇത് ഭയങ്കര ഫ്രീ ആയിട്ട് എത്താൻ പറ്റുന്നില്ല. ജസ്റ്റ് നമുക്ക് കാർ ഓടിച്ച് ഇവിടെ എത്താൻ പറ്റും. അതുകൊണ്ടാണ് ആളുകൾ ഇതിനെ ഭയങ്കര സംഭവമായിട്ട് കാണുന്നത്. കാരണം ഇവിടെ എത്താൻ പറ്റുള്ളൂ, ഇവിടെ എത്താൻ പറ്റാത്തതുകൊണ്ട്. അപ്പൊ ഇതുപോലെ ഒരുപാട് വില്ലേജസ് വേറെ ഉണ്ടാവും. പക്ഷെ ജനസാന്ദ്രത ഉള്ളതും ആളുകൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതും ടെറിബെറിക്കയാണ്. അതുകൊണ്ടാണ് ടെറിബെറിക്കയാണ് ലാസ്റ്റ് വില്ലേജ് ഓഫ് ദ എർത്ത് എന്ന് പറയാനുള്ള റീസൺ. അവിടെ ജസ്റ്റ് ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതാ കേട്ടോ. കാരണം നമ്മള് മറ്റേ ബോട്ടിങ്ങിന് പോയ ടീം തിരിച്ചു വരണം. നമുക്ക് അടുത്ത സ്ഥലങ്ങൾ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനിവനും കൂടി ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ്. ഇത് അബാൻഡൻഡ് സ്കൂളാണ്. എല്ലാത്തിനും അബാൻഡൻഡ് എന്ന് പറഞ്ഞ ഒഴിച്ചിട്ട് പോയതിന്. പക്ഷെ 1956 ഉണ്ടാക്കിയത്. So they have a new school now? Yeah, in the new parts. So when we cross the new parts, I will show you. Oh. The level. Oh. In 1956 they have all this facility? Yeah, they built this. Okay, 2006 ഇത് പ്രവർത്തനം നടത്തി. 19 വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോഴും നോക്ക് ഒന്നും പൊളിക്കാതെ ഇങ്ങനെ ഇട്ടിരിക്കുക. അതിൻ്റെ താഴോട്ട് ഇറങ്ങി വന്നിട്ടാ ഞെട്ടി. ബാസ്കറ്റ് ബോൾ കോർട്ടൊക്കെ ഇഷ്ടമാണ്. പക്ഷെ 1956 ഉണ്ടാക്കിയാൽ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. എത്താത്ത ഗ്രൗണ്ട് ലെവലൊക്കെ ഉണ്ട് ഇഷ്ടത്തിന്. മേ ബി കുറെ ഡെവലപ്മെന്റ്സ് പിന്നീട് വന്നിട്ടുണ്ടാവും കേട്ടോ. ശരിയാണ്. എന്നാലും ബിൽഡിംഗ് അന്ന് ഉണ്ടാക്കിയില്ല, സമ്മതിക്കണം. മൊത്തം ഉപേക്ഷിച്ചിട്ട് ലെവലിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ അതിന്റെ പെയിന്റിങ്സ് ഒക്കെ പോയി നോക്കാം. ബിൽഡിംഗ് ഇപ്പോഴും ഓക്കെയാണ്. മറ്റേ സാമൂഹ്യ വിരുദ്ധരുടെ അതിനായിട്ടുള്ളതല്ല. പക്ഷെ കുറെ പെയിന്റിങ്സും കാര്യങ്ങളും കുറെ എഴുത്തുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ലേറ്റർ ഓൺവേർഡ്സ് ഒന്നതായിരിക്കാം. അപ്പം അവിടുന്നായിരുന്നു നമ്മൾ ആ കുറേ നേരം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്ത് കുറെ സംസാരിച്ചിരുന്നു. കുറെ ആ വില്ലേജിനുള്ളിൽ കൂടെ ഒക്കെ നടന്നു. ഇനിയിപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് പോകുന്ന കുറെ സ്ഥലങ്ങളുണ്ട്. പാർക്കിനുള്ളിലൊക്കെ ഉള്ള ഒരു 4-5 സ്ഥലമുണ്ട്. അത് ഇവരെ ഒന്നിച്ച് തന്നെ പോവാം. ഇപ്പം ഇതാണ് ടെറിബെർക്ക വില്ലേജ്. നല്ല രസമുണ്ടാവും. ആ ട്രെയിനിൽ കൂടെ ഇറങ്ങിയിട്ട് എങ്ങനെ അവിടെ പോയി നിൽക്കട്ടോ. അവിടെ അങ്ങനെ കാണാൻ ബോട്ടിങ്ങിലേക്കുള്ള ആക്സസ് ഉണ്ട്. പിന്നെ നമ്മളിതാ ഇവിടെ നിന്നാണ് ഇവര് ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത്. എല്ലാവരും ഫുഡ് കഴിക്കാൻ കയറാണ്. ഇത് കണ്ടോ, ലിങ്കൺ വിത്ത് വെറി ഒരു ലോക്കൽ ഡ്രിങ്ക് ആണ് കുടിച്ചോണ്ട. ബാക്കി എല്ലാവരും ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ലഞ്ച് 1250 ഒരു മെനു ആണ് അവർ പറഞ്ഞിട്ട്. കോംപ്ലക്സ് മെനു ആണ്. 3-4 സലാഡും ഡിഷസ് എല്ലാം ഇതില്ല. പക്ഷെ എനിക്കത് ഭയങ്കര ഹൈ ആയിട്ട് തോന്നി. ഫുഡ് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കുള്ളൂ. ഇതാണ് ആക്ച്വൽ അബാൻഡൻഡ് ഷിപ്സ് എന്ന് പറയുന്നത്. ഉപേക്ഷിക്കപ്പെട്ട ഷിപ്പുകൾ എന്ന് പറയുന്ന ഇതാണ് കേട്ടോ.
ഇതൊരു കാലത്ത് ഇവിടെ ഫുള്ള് ഫിഷിങ്ങും പരിപാടികളും അതൊക്കെ ആയിട്ട് സജീവമായിരുന്നു. ഇപ്പൊ പിന്നീട് എനിക്ക് തോന്നുന്നു പിന്നീട് കുറെ പൊളിക്കാനുള്ള കപ്പലുകളോടെ കൊണ്ടിട്ട് അത് നശിച്ചു പോവാൻ ചെയ്തതാണ്. അങ്ങനെയാണ് ഇതിന്റെ ഒരു പേര്. നമ്മളെ റെഡാണ് നമ്മളെ ഗൈഡ് ട്ടോ. അതേപോലെ വേറൊരു ഷിപ്പ് ഇതവിടെ കൊണ്ടുവന്നിട്ടാണ് അതിങ്ങനെ വെള്ളത്തിൽ അങ്ങനെ അങ്ങനെ ദ്രവിച്ചതായി പോയി. നമ്മളിപ്പോ ആക്ച്വലി നടക്കുന്നത് പോലും ഒരു ഷിപ്പിന്റെ ഉള്ളിലാട്ടോ. ഷിപ്പിന്റെ ഉള്ളിലൊക്കെ പൊളിഞ്ഞു പോയിരുന്നു. ഇങ്ങനെ കാലങ്ങൾ ചെല്ലുന്തോറും ഇതിങ്ങനെ പൊളിഞ്ഞു വരും. ഒരു കാലത്തെ ഫിഷർമാൻ കേന്ദ്രമായിരുന്നു. അതുപോലെ തന്നെ ഈ മുർമാൻസ്കില് ടെർബിൽക്കല്ല, മുർമാൻസ്ക് അപ്പുറത്തല്ല. മുർമാൻസ്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയാ മിലിറ്ററി ഇത് നടന്നിട്ടുണ്ടായിരുന്നു. വേൾഡ് വാർ സെക്കൻഡ് ഒക്കെ നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഷിപ്പിംഗ്, ഈ ആർമി ഷിപ്പിംഗ് കാര്യങ്ങളും ആയുധങ്ങൾ എത്തിച്ചൊക്കെ ആ പോർട്ടിലൊക്കെ ആയിരുന്നു. ഇത് ഭയങ്കര കോസ്റ്റ്ലി ആണ് ഈ സാധനം ഡിമോളിഷ് ചെയ്യുക എന്ന് പറയുന്നുണ്ടെങ്കിൽ. അപ്പൊ അതുകൊണ്ട് അവർ ഇവിടെ ഇട്ടിട്ട് അതങ്ങനെ കാലപ്പഴക്കം നിന്ന് നശോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടത്. ചെറിയൊരു മയക്കത്തിലേക്ക് എത്തുമ്പോൾ അടുത്ത സ്ഥലത്തെത്തി. തെരുബർക്ക നാച്ചുറൽ പാർക്കിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. 3.5 കിലോമീറ്റർ വൺ സൈഡ് നടക്കാണ്ടോ. ഇപ്പൊ സമയം ഇപ്പൊ തന്നെ 5 മണിയായി. നല്ല ലേറ്റ് ആയിട്ട് അവൻ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇവിടെ ഗ്രൂപ്പ് ടൂറൊക്കെ എടുക്കുന്നവർ ഒരിക്കലും രാത്രിക്കൊന്നും ഫ്ലൈറ്റ് വെക്കണ്ട. തിരിച്ചെത്തുമ്പോൾ 9 മണിക്കൊക്കെ എത്തുന്നവർ പറയും. ചിലപ്പോൾ ഇവിടെ നിന്ന് സ്പീഡൊക്കെ ആയിരിക്കും. ബട്ട് സ്റ്റിൽ നമുക്ക് റിസ്ക് ആണ്. അതുകൊണ്ട് ഞാൻ നാളെ രാവിലത്തേക്ക് ഫ്ലൈറ്റ് വെച്ചത്. അങ്ങനെ നമ്മള് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തു. ഈ നാച്ചുറൽ പാർക്ക് കയറാനാണ് ഇവര് 900 വാങ്ങിക്കുന്നത്. പക്ഷെ നമ്മളെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിട്ടാണ് വരുന്നത്. Спасибо, что не сходите с тропы. Так вот, на чем я сейчас стою? This is a tree. Yeah, dwarf birch. Okay, but it will go in the ground only. Yeah, you see, it's how to say, it's leaning on the ground. Dwarf birch എന്നുള്ള ഒരു ചെടിയാണെന്നാണ് ഈ കാണിക്കുന്നത്. ഇത് കണ്ടത് ഇങ്ങനെ പരന്ന് പോവാണ് ഇതിന്റെ വേരുകളൊക്കെ. അതല്ലാതെ ഇതിന് മരമായിട്ട് ഉയർന്നു നിൽക്കാനുള്ളതില്ല. ഉണ്ടെങ്കിൽ അത് വിൻഡില് പറന്നു പോകും. അതുകൊണ്ട് ഫുള്ള് ഗ്രൗണ്ടോട് താഴോട്ട് മണ്ണിലേക്ക് ഇറങ്ങാനുള്ളതുമില്ല. അപ്പൊ അതിങ്ങനെ പരന്നു പോകുന്നതാണെന്ന് പറഞ്ഞത്. പക്ഷെ അതാണ് ഗ്രീനിഷ് ഉണ്ടാവുന്നതിന്റെ റീസൺ. മോർ ബ്യൂട്ടിഫുൾ. എന്താ തണുത്ത ബ്രിഡ്ജ് എന്നറിയാം. ഇതിങ്ങനെ എടുത്ത് ഈ എൻഡ് വരെ ഇതൊക്കെ ഇതിൽ ട്രെയിനിന്റെ ഭാഗമുണ്ടോ. സ്റ്റണ്ണിങ് ബ്യൂട്ടിയാണ് കേട്ടോ. നാച്ചുറൽ പാർക്ക് ഗംഭീര സാധനം. ഇവിടെ പ്രിസർവ് ചെയ്ത് കൊണ്ടുനടക്കുന്നതുകൊണ്ട് പിന്നെ ഇവന് ഓരോ ചെടികളും കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ടാകുന്ന ഓരോ സാധനങ്ങളെ പറ്റി പറയുന്നത്. അത് ഭയങ്കര നല്ല സ്പീസീസ് ആണ് അധികം ഇതിൻ്റെ അകത്തുള്ളത്. അതാണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇവിടുത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന അതിന് അവിടെ താഴോട്ട് ഇറങ്ങാൻ പറ്റും. ആൾക്കാർ പോകുന്നില്ല. അവിടെ ഇറങ്ങിയിട്ട് ഒന്നും കൂടെ അടുത്ത് പോയിട്ട് കാണാൻ പറ്റും. ഇതാണ് ഡ്രാഗൺ എക്സിബിഷൻ എന്നാണ് പറയുന്നത്. ഇതിനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രാഗണിന്റെ മുട്ട എന്നല്ല, ഈ കാണുന്ന അത് ഒരു ഡ്രാഗണിന്റെ മുട്ട പോലത്തെ ഷേപ്പാണ് ആ കാണുന്ന സാധനത്തിനുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ ഡ്രാഗൺ എക്സിബിഷൻ എന്ന് പറയുന്നത്. ഡ്രാഗൺ മുട്ടകൾ പോലത്തെ ഡ്രാഗൺ മുട്ട എന്നല്ല കേട്ടോ, അത് ഷേപ്പിലുള്ള കല്ലുകളാണ് ഇവിടെ മൊത്തം ഉള്ളത്. അതുകൊണ്ട് ഇതിനെ ഡ്രാഗൺ ബീച്ച് എന്ന് വിളിക്കുന്നതാണ്. കുറച്ചുകൂടി താഴോട്ട് ഇറങ്ങി ചെല്ലാം അത് കിട്ടാൻ വേണ്ടിട്ട്. I cannot explain anything, man. I can't explain. This is literally beautiful. ഞാൻ ഒരിക്കലും ഇതെന്ത് റഷ്യ എന്ന് പറയാൻ പറ്റില്ല. റഷ്യ നമ്മളെ മനസ്സിൽ മോസ്കോ എന്നൊക്കെ അല്ലേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനത്തെ ഒരു സ്ഥലം. നോക്കി എന്ത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം. അടിപൊളിയായിട്ട് ഇതിന്റെ മേലെ കൂടെ ഇതിട്ടിട്ട് കാണാൻ തന്നെ കിട്ടില്ല. ഒരു വിന്ററിലാകുമ്പോൾ വേറെ വൈബായിരിക്കും. മൊത്തം മഞ്ഞു കൂടി നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ നടക്കുന്നവരാണ്. നല്ല തണുത്തൊരു കാറ്റും. ഇതാണ് ലിറ്റിൽ എർത്ത് അങ്ങനെ എന്താണ് വരുന്നതിനെ വിളിക്കുന്ന പേര്. സോ നമ്മൾ കുറെ നടന്ന് കയറി ആ കുന്ന് ഇങ്ങനെ കയറി ഇറങ്ങുമ്പോഴാണ് ഇതെത്തുന്നത്. ഇനി ആ ആൾക്കാർ ഇരിക്കുന്ന സ്ഥലം വരെ പോയിട്ട് തിരിച്ചു വീണ്ടും 3.5 കിലോമീറ്റർ നമ്മൾ നടക്കണം. പക്ഷെ ഒരു ഡിഫിക്കൽട്ടുള്ള ഹൈക്കല്ല കേട്ടോ. നല്ല രസമുള്ള സാവധാനം ഇങ്ങനെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. എല്ലാം ഒരേപോലെ തന്നെ തോന്നുന്നില്ല. അടിപൊളി സ്ഥലമാണ് അത്. ഇവിടെ നിന്ന് ഇറങ്ങി വന്നൊരു സൗണ്ട് കേട്ടിട്ട് ഐ തിങ്ക് ഇറ്റ്സ് എ വാട്ടർഫോൾ. സീംസ് ലൈക്ക് വാട്ടർ.
ആര് അവസാനത്തെ വീട്ടിൽ കുളിക്കാൻ ഇറങ്ങിയെങ്കിൽ 10% na basta. അതൊന്നും തന്നെ നല്ലതാണ്. ഇപ്പൊ വെള്ളത്തിൽ കുളിക്കുന്ന ലക്ഷ്യക്ക് നമ്മളെ ഗൈഡും ടീമിലുള്ള ഒരാളാണ് കേട്ടത്. സമയം 6:30 മണിയായി. ഉച്ചക്ക് അങ്ങനെ തന്നെ ഉണ്ട്. എല്ലാവരും ട്രക്കിങ് കഴിഞ്ഞാൽ തിരിച്ചു പോകുന്ന ഇതൊരു സൂപ്പർ ട്രക്കിങ് തന്നെ കേട്ടത്. കാറ്റടിച്ചിട്ട് നടക്കാൻ പറ്റില്ല. അമ്മമാർക്ക് കുഴപ്പമില്ല, അവര് പെട്ടെന്ന് ഇതാണ് ഞാൻ സമ്മറിൽ വരാണ്ട് കഴിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഗ്രീനും ആ വെള്ളവും അതിന്റെ എപ്പോഴും ആൾക്കാർ ട്രെയിൻ ചെയ്ത് കയറുന്ന ഒന്ന് നോക്കിയാ ഒരു സ്ഥലത്ത് നിർത്തിയാ നമുക്ക് ഫുള്ള് എന്തൊക്കെയോ മറ്റേ കടൽ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ദിസ് ഈസ് വാട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട്. Yes, urchin. Eat this fresh raw. What is this? This one is baked big mussel. Huge mussel and it's baked with the shrimps already. ഒരു ചായ കിട്ടിയപ്പോഴാണ് സമാധാനമായത്. പോകുന്ന ഷോപ്പിൽ പറഞ്ഞു നിർത്തി. ഇവിടെ ടീ ആകെ 100 ഉള്ളൂ. 100 എന്ന് പറയുമ്പോൾ തന്നെ കൂടുതലായിട്ടോ ടീക്കൊക്കെ. പിന്നെതാ ഇതാണ് കോഡ് വിത്ത് റൈസ് എന്നാണ്. കോഡ് എന്ന് പറഞ്ഞ ഒരു ഫിഷാണ്. കോഡ് ഫിഷ് റൈസ് കഴിച്ചു. നമ്മളെ കല്ലുമക്ക എന്താ ചില്ലറ കല്ലുമക്ക എന്നിട്ട് വമ്പൻ കല്ലുമക്കയാണ്. പക്ഷെ എനിക്ക് എത്ര റേറ്റ് പിന്നെ അതിന്റെ സ്മെല്ലൊന്നും കേട്ട് കഴിക്കാനാണ് തോന്നുന്നത്. ഇത് ഞാൻ സഞ്ചാരത്തിന്റെ ഡീറ്റെയിൽ വന്നപ്പോൾ അവർ കഴിക്കുന്നുണ്ടായിരുന്നു. ഇതിങ്ങനെ ഇളനീര് പോലത്തെ സാധനമാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കക്ക് സർപ്രൈസ് ആയിട്ട് ആ ഫുഡ് കണ്ടപ്പോൾ എനിക്ക് ഡൗട്ട്. ഞാൻ ഉള്ളോട്ട് വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഓരോരുത്തരും ഓരോ ലാംഗ്വേജിൽ എഴുതി വെച്ചിട്ട് സഞ്ചാരത്തിന് അതിൽ സന്തോഷത്തോടെ അങ്ങനെ ഇവിടെ വന്നിട്ട് മലയാളത്തിൽ അവരെവിടോ സഞ്ചാരം എഴുതിയതിൻ്റെ അടുത്ത് മൂപ്പർ സൈൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് കടൽ പോലുള്ളതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമുക്ക് പോകാൻ സമയമായി. പക്ഷേ ഫൈനലി ഞാൻ കണ്ടുപിടിച്ച് നോക്കണതാ സഞ്ചാരത്തിൽ സന്തോഷ് ജോർജ് കുളങ്ങര വന്ന് സൈൻ ചെയ്തിരിക്കണതാ. സഞ്ചാരം നവംബർ 2024. അങ്ങനെ ഞാനിതിൻ്റെ അടിയിൽ 2025 ഞാനിവിടെ വന്നെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഇവിടെ M25 എഴുതുന്നുണ്ട്. ആരെങ്കിലും വരികയാണെങ്കിൽ എനിക്ക് അയച്ചു തന്നാൽ മതി. Shit. ഈ റെസ്റ്റോറൻറ്റിലേക്ക് കയറി വരുന്ന ഇവിടാണ്. മൂപ്പരത് അതിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് അവിടെ റൈറ്റിലൊരു TV ഉണ്ട്. ആ TV അവിടെ കാണാം. ഇതിൻ്റെ റെസ്റ്റോറൻറ്റ് പേരെന്താ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. ഇതാണ് എന്തോ ഒരു നിമിത്തം ഒന്ന് ആലോചിക്കണം കേട്ടോ. ഞാൻ ശരിക്കും അത് കിട്ടാഞ്ഞിട്ട് ഞാൻ പോവായിരുന്നു. ഞാൻ വെച്ച് കാണാൻ പറ്റിയില്ല. എല്ലാവരും 2Gയിലാണ്, നെറ്റും വർക്ക് ആവണില്ല. അങ്ങനെ ഞാൻ വന്ന് നോക്കുമ്പോണ്ട് വണ്ടീൻ്റെ ഡോറ് വർക്ക് ആവണില്ല. വണ്ടീൻ്റെ ഡോറ് വർക്ക് ആവണ്ടായപ്പോൾ ഞാൻ അവനോട് പറയുന്നൊരു കാര്യം, ഞാൻ ഒന്നും കൂടി പോയി നോക്കിയിട്ട് വരാം. അപ്പം പറഞ്ഞു വേഗം പോകാന്ന് പറഞ്ഞു. ഞാൻ ഓടി വീഡിയോ എന്തോ 4G കിട്ടി, വീഡിയോ വർക്കായി. അപ്പം മൂപ്പര നോക്കുമ്പോൾ ഒരു ടിവിന്റെ എഡ്ജ് കണ്ട് നേരെ പോയി തപ്പി കണ്ടുപിടിച്ച് ഞാൻ അങ്ങനെ കാണൂല. അങ്ങനത്തെ ഒരു ഏരിയയിലായി വെച്ചേ. ഓ എന്തൊരു അച്ചീവ്മെന്റ്. പക്ഷെ ഒരു സംഭവം അല്ലേ, അങ്ങനെ ഒരു വീഡിയോ ഉണ്ട് നമ്മളിവിടെ വന്ന് അതേ സ്ഥലത്ത് നമ്മൾ ഫോട്ടോ എടുക്കുന്നത്. ഓ നല്ല അടിപൊളി പറയുകയാണെങ്കിൽ രാവിലെ നമ്മൾ പുറപ്പെട്ടു. ഞാൻ പറഞ്ഞില്ല 8000 റൂബിൾസ് ആണ് ഞാൻ ഇതിന് കൊടുത്ത്. കൂടുതൽ ലഭ്യമാണ് കൊടുക്കണം. അതുകൊണ്ട് എനിക്ക് 7500 വേറെ ടീം മാറുണ്ട്. അതുപോലെ 6000-നാണ് ഏറ്റവും കുറവ് വന്നത്. അത് റഷ്യൻ സ്പീക്കിംഗ് ആയിരുന്നു. 1500 ഫുള്ളായി പോയി. ഞാൻ മനസ്സിലാക്കി. പിന്നെ ഞാൻ ഇവരുടെ തന്നെ വന്നു. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ അവിടുത്തെ കറക്റ്റ് ടൈമിന് പുറപ്പെട്ടു. പിന്നെ ഏകദേശം 10-12 ആളുള്ള വണ്ടിയാണ് നമ്മളത്. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോ ഇവര് സെയിലിങ്ങിന് പോയി. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് കേട്ടോ. 4000-5000 എങ്ങനെയാണ് അതിന് വരുന്നത്. 3 മണിക്കൂർ. അത് വെയിൽ കാണാന്ന് പറയും, വല്ലപ്പോഴും കണ്ടു കിട്ടിയാലേ. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ എന്തൊക്കെയോ അവരെ മറ്റേ നീർനായക്കള് അങ്ങനത്തെ കാണാൻ പറ്റും. ഇതിനകത്ത് പോളർ റീജൻ ആയതുകൊണ്ട് തന്നെ. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ ഒരു സാൻഡി ബീച്ച് ഉണ്ടായിരുന്നു. ഞാൻ അവനോട് കുറെ നേരം അവിടെ വന്ന്, കാരണം അവര് പോയി വരുന്നേരം ഞങ്ങൾക്ക് ടൈം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അത് കഴിഞ്ഞ് പിന്നെ ഈ കാണുന്ന അബാൻഡൻ ഷിപ്പിന്റെ അവിടെ പോയി. അബൺഷിപ്പിൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ പോയ സ്ഥലമാണ് എന്നെ അന്തം വിട്ട സ്ഥലം കേട്ടോ. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോയത് നേരെ ഒരു പാർക്കിലേക്ക്. പാർക്ക് എന്ന് പറഞ്ഞാൽ കീർത്തില്ലം പാർക്ക്. അങ്ങനെ അത് ഫുള്ള് കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങി ആ ഒരു റെസ്റ്റോറന്റ് പോയി. അത് ഫുഡ് കഴിക്കുമ്പോഴൊന്നും എനിക്ക് മനസ്സിലായില്ല. പിന്നെ വെറുതെ ബോർഡ് മേലെ നോക്കിയപ്പോ ഇങ്ങനെ എഴുത്ത് കണ്ടപ്പോഴാണ് ആ വീഡിയോ ഓർമ്മ വന്നത് സഞ്ചാരത്തിന്റെ. അങ്ങനെ സന്തോഷത്തോടെ അങ്ങനെ സൈൻ ചെയ്ത സ്ഥലം നോക്കി അവിടെയും പോയി. ഭാഗ്യമോ നിർഭാഗ്യമോ ഇവരെ ഡോറ് കേടായപ്പോ ഞാൻ പോയിട്ട് തപ്പി ആ വീഡിയോ കണ്ടുപിടിച്ച് അത് പോയി ഫോട്ടോ എടുത്ത് ഭയങ്കര ഹാപ്പി ആയിട്ടോ. അത് കഴിഞ്ഞ് നേരെ വെച്ചാൽ പിന്നെ പറയുകയാണെങ്കിൽ നമ്മള് വേൾഡിന്റെ എഡ്ജില് വരികയും ചെയ്തു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഇവരുടെ
ആ ഒരു കിട്ടിയതിന് ശേഷം നമ്മൾ നേരെ തിരിച്ചു പോകാം. ചെറിയ മഴ പൊടിയുന്നുണ്ട്. പിന്നെ നമുക്ക് തിരിച്ച് റൂമിലെത്തണം, ഫുഡ് കഴിക്കണം, നേരത്തെ എണീറ്റ് പോകണം. 1 മണിക്ക് എണീറ്റ് പോകണം. കാരണം 6 മണിക്ക് നമുക്ക് ഫ്ലൈറ്റ് ഉണ്ട് സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക്. റെന്റേക്കാരൊക്കെ എടുത്ത് വരുന്ന ഒരു ഓപ്ഷൻസിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ സമ്മർ ആണെങ്കിൽ ഓക്കെയാണ്. വിന്ററിൽ ഇവർ പോലും അത്ര പ്രിഫർ ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് ഇവരുടെ റോഡ്സ് ഒക്കെ അത്യാവശ്യം സ്കിഡിയാണ് ആ സമയത്ത്. അപ്പം നല്ല സ്കിൽഡ് ആവുക ഈ ഏരിയ അറിയാത്ത ആളുകളൊക്കെ വണ്ടി എടുത്ത് വരികയാണെങ്കിൽ ആക്സിഡൻറ്റ്സ് ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് അത്രയധികം സ്നോഫോൾ ഉണ്ടാകുന്ന ഒരു ഏരിയ കൂടിയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനത്തെ സമയത്തൊക്കെ വരികയാണെങ്കിൽ ഗ്രൂപ്പ് ടൂർ എടുക്കുക, അല്ലെങ്കിൽ അവരുടെ ഉള്ള ആളുകളോട് ചോദിച്ചിട്ട് മാത്രം അങ്ങനത്തെ ഓപ്ഷൻസ് മാത്രം ചൂസ് ചെയ്താൽ മതി. നമ്മളിവിടെ ഇറക്കി തന്നു. ഓൾമോസ്റ്റ് 10:15 ഒരു ഹോട്ടലിൽ കയറുന്നു. നിസ്കരിച്ചിട്ട് താഴോട്ട് ഇറങ്ങി ഫുഡ് കഴിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യണം. So signing off from the last village in the earth, Tereberka.